മറ്റൊരു യമണ്ടൻ കോമഡിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഖുർആൻ പടച്ചോൻ്റെ പുസ്തകമാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നതിന് കോമൺ സെൻസുള്ള ആർക്കും വേറൊരു തെളിവും ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു ആയത്താണ് ഇനി നമ്മൾ വായിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. 178 ആയത്ത്, ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 178 ആയത്ത് മാത്രം മതി ഇത് പടച്ചോൻ എഴുതിയതാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് തലക്ക് വെളിവില്ലാതിരിക്കേണ്ടതുണ്ട് എന്ന് ആർക്കും ബോധ്യപ്പെടും. ഞാൻ ആ വാക്യം വായിക്കാം. അതിൻ്റെ സന്ദർഭവും സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ചുരുക്കി പറയാം. 178. ഹേ വിശ്വാസികളെ, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് സ്വതന്ത്രന് സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലക്ക്. എന്നാൽ ആർക്കെങ്കിലും തൻ്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പു ചെയ്തു കിട്ടുന്ന പക്ഷം അപ്പോൾ മര്യാദയെ പിൻപറ്റലും നല്ല നിലയിൽ അവന് കൊടുത്തുവിട്ടലുമാണ് വേണ്ടത്. അത് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു ഇളവ് നൽകലും കാരുണ്യവുമാകുന്നു. ഇനി അതിനുശേഷം ആരെങ്കിലും അതിരുവിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. അടുത്ത വാക്യം കൂടെ വായിക്കാം. 179. പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക് ഹേ ബുദ്ധിമാന്മാരെ ഒരു ജീവിതമുണ്ടായിരിക്കും. നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാവുന്നതാണ്. ഖിസാസ്, അതായത് പ്രതികാരക്രിയ അല്ലെങ്കിൽ പ്രതിക്രിയ, റിട്ടാലിയേഷൻ എന്നാണ് ഈ ഖിസാസ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ് റിട്ടാലിയേഷൻ, എന്താണ് ഈ പ്രതിക്രിയ, എന്താണ് അതിൻ്റെ ചരിത്രം? അത് ഞാൻ ആദ്യം ചുരുക്കി പറയാം. ആ ഗോത്രകാലത്ത്, മുഹമ്മദൊക്കെ ജീവിച്ചിരുന്ന ഗോത്രകാലത്ത് മനുഷ്യരുടെ സാമൂഹിക വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിനകത്ത് ഒതുങ്ങുന്നതും അന്യഗോത്രങ്ങളുമായി ചില അന്തർഗോത്ര ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കപ്പെടുന്നതുമായ സാമൂഹ്യ ഘടനയാണെന്നുള്ളത്. ഒരു ഗോത്രത്തിന് ആ ഗോത്രത്തിനകത്തുള്ള അംഗങ്ങളോട് മാത്രമാണ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത്. മറ്റു ഗോത്രങ്ങളെ ഗോത്രത്തിൻ്റെ ശത്രുവായിട്ടാണ് പലപ്പോഴും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗോത്രവും അന്യഗോത്രങ്ങളെ കടന്നാക്രമിക്കുക, അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് പതിവായിരുന്നു. അങ്ങനെയാണെങ്കിലും കുറേ ഗോത്രങ്ങൾ ഒരുമിച്ച് ഒരു പ്രദേശത്ത് താമസിക്കുകയാണെങ്കിൽ ഈ ഗോത്രങ്ങൾ തമ്മിലും ചില അന്തർഗോത്ര ചട്ടങ്ങളും മര്യാദകളും അവർ പാലിച്ചിരുന്നു നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാലത്ത് ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഗോത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അക്രമങ്ങളും കൊലപാതകങ്ങളൊക്കെ നടക്കുകയും ചെയ്താൽ അവർ പാലിച്ചു വന്നിരുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള ഏർപ്പാടാണ് ഈ റിട്ടാലിയേഷൻ എന്ന് പറയുന്നത്, പ്രതിക്രിയ എന്ന് പറയുന്നത്. എന്താണ് പ്രതിക്രിയ? ഒരു ഗോത്രക്കാർ വേറൊരു ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് വിചാരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരു കൊലപാതകം നടന്നു. അന്യഗോത്രത്തിൽ നിന്ന് ഈ ഗോത്രത്തിൽ വന്നിട്ട് ഈ ഗോത്രത്തിലുള്ള ഒരാളെ കൊന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഗോത്രക്കാർ ചെയ്യേണ്ടത് കൊല്ലാൻ വന്ന ഗോത്രത്തിൽ പോയിട്ട് ഈ കൊല്ലപ്പെട്ടയാൾക്ക് പകരം മറ്റൊരാളെ പ്രതിക്രിയ എന്ന നിലക്ക് പകരക്കൊല നടത്തണം. അങ്ങനെ പകരക്കൊല നടത്തുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, വന്ന് കൊന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകുക എന്നതല്ല അവിടെ നടക്കുന്നത്. വ്യക്തി കൊന്നത് ആര് എന്നതിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. കൊന്ന വ്യക്തിയെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. മറിച്ച് കൊല്ലപ്പെട്ട വ്യക്തി ആരാണ് എന്ന് നോക്കിയിട്ട് കൊല്ലപ്പെട്ടത് ഏത് കാറ്റഗറിയിൽപ്പെട്ട എത്ര മൂല്യമുള്ള വ്യക്തിയാണ് എന്ന് നോക്കിയിട്ട് അതേ കാറ്റഗറിയിൽപ്പെട്ട അതേ മൂല്യമുള്ള മറ്റൊരു വ്യക്തിയെ കൊന്നവരുടെ ഗോത്രത്തിൽ പോയിട്ട് പകരം കൊല്ലുക എന്നതാണ് ഖിസാസ്. അതിൻ്റെ വിശദീകരണമാണ് ഈ ഖുർആൻ വാക്യത്തിലുള്ളത്. ഒരു സ്ത്രീയെയാണ് നിങ്ങൾ ഈ ഗോത്രത്തിൽ വന്ന് കൊന്നതെങ്കിൽ ആ കൊന്നവരുടെ ഗോത്രത്തിൽ പോയിട്ട് ഒരു സ്ത്രീയെയാണ് പകരം കൊല്ലേണ്ടത്. ഒരു ഗോത്രത്തിലെ ഒരു അടിമയെയാണ് മറ്റേ ഗോത്രക്കാർ വന്ന് കൊന്നതെങ്കിൽ ആ ഗോത്രത്തിൽ പോയിട്ട് ഒരു അടിമയെയാണ് പകരം കൊല്ലേണ്ടത്. ഇവിടെ വന്നിട്ട് ഒരു സ്വതന്ത്രനെയാണ് കൊന്നതെങ്കിൽ അവിടെ പോയിട്ടും ഒരു സ്വതന്ത്രനെയാണ് കൊല്ലേണ്ടത്. അപ്പോൾ അടിമ, സ്ത്രീ, സ്വതന്ത്രൻ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത മൂല്യങ്ങളുള്ള മനുഷ്യരാണ്, വ്യത്യസ്ത വിലയുള്ള മനുഷ്യരാണ്. അപ്പോൾ തുല്യ വിലയുള്ള തുല്യ മൂല്യമുള്ള ഒരാളെ പകരം കൊന്നുകൊണ്ട് തുല്യ നഷ്ടം മറ്റവർക്ക് വരുത്തുക എന്നതാണ് പ്രതിക്രിയയുടെ യുക്തി. ഇത് ആദ്യകാലത്ത് ഗോത്രകാലത്ത്
നിലവിലുണ്ടായിരുന്ന ഒരു ചട്ടമാണ്, ഒരു നിയമമാണ്. വളരെ പ്രാകൃതമാണ്. കാരണം ഇവിടെ കുറ്റം ചെയ്ത വ്യക്തിയെ അല്ല പകരം കൊല്ലുന്നത്, മറിച്ച് കൊല്ലപ്പെട്ടയാളുടെ മൂല്യം കണക്കാക്കിയിട്ട് തുല്യമൂല്യമുള്ള നിരപരാധിയായ മറ്റൊരു വ്യക്തിയെ പകരം കൊല്ലുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ നീതിബോധം വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം അന്യായമാണ്, തെമ്മാടിത്തമാണ്. എന്നാൽ ഇവിടെ അള്ളാഹു ആയത്തിറക്കിയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രതിക്രിയ ചെയ്യണം എന്നത് ഞാൻ നിയമമാക്കിയിരിക്കുന്നു. എങ്ങനെ പ്രതിക്രിയ ചെയ്യണം എന്നാണ് പറയുന്നത്? സ്വതന്ത്രന് സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലക്ക്. എന്തിനാണ് പ്രതിക്രിയ ചെയ്യുന്നത്? കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ, കൊന്നവരുടെ കാര്യത്തിലല്ല. ഇവിടെ കൊന്ന കൊലയാളി ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെടുന്നേ ഇല്ല. കൊലയാളി ഇവിടെ അപ്രസക്തനാണ്. കൊലയാളിയെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. കൊലയാളിയുടെ കാര്യമല്ല പറയുന്നത്, മറിച്ച് കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിലാണ് പ്രതിക്രിയ ചെയ്യേണ്ടത്. എങ്ങനെ പ്രതിക്രിയ ചെയ്യണം? സ്ത്രീയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പകരം സ്ത്രീ, സ്വതന്ത്രനാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പകരം സ്വതന്ത്രൻ, അടിമയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പകരം അടിമ. ആ നിലക്ക് നിങ്ങൾ പ്രതിക്രിയ ചെയ്യണം എന്ന് ഞാൻ നിയമമാക്കിയിരിക്കുന്നു. ആരാ പറയുന്നത്? പ്രപഞ്ച സൃഷ്ടാവായ നീതിമാനായ പടച്ചോൻ ആയത്തിറക്കി പറയാണ്. എന്നിട്ട് പിന്നെ അതിനെ തുടർന്ന് ബ്ലഡ് മണി കൊടുത്തിട്ട് മോചിപ്പിക്കുന്ന കാര്യമാണ് തുടർന്ന് പറയുന്നത്. എന്നാൽ ആർക്കെങ്കിലും തൻ്റെ സഹോദരനിൽ നിന്ന് മാപ്പ് ചെയ്തു കൊടുക്കുന്ന പക്ഷം അപ്പോൾ മര്യാദയെ പിൻപറ്റലും നല്ല നിലയിൽ അവന് കൊടുത്തു വിട്ടലുമാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പൈസയുടെ ഇടപാട് നടപ്പിലാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പകരം പ്രതിക്രിയ ചെയ്യേണ്ടതില്ല, പൈസ വാങ്ങിയിട്ട് ബ്ലഡ് മണി വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കാം. ഇതാണ് ഇസ്ലാമിൽ ഇന്നും നിലവിലുള്ള ഒരു സമ്പ്രദായം. അത് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഒരു ഇളവ് നൽകലും കാരുണ്യവുമാകുന്നു. അത് ഭയങ്കര ഇളവാണ്, കാരുണ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അതിന് ശേഷം ആരെങ്കിലും അതിര് വിട്ട് പ്രവർത്തിക്കുകയും അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. അതല്ലാതെ അതിനപ്പുറത്ത് പിന്നെ അതിര് വിട്ട് പ്രവർത്തിക്കാനോ പ്രതിക്രിയ ചെയ്യാനോ പകരക്കൊല ചെയ്യാനോ പോകരുത്. ഇതാണ് ഖുർആനിലെ ഖിസാസിൻ്റെ ആയത്ത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെയാണ് നിങ്ങൾ ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. കാരണം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള മുഫസ്സിറുകൾ എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാ മുഫസ്സിറുകളും തന്നെ ഈ ആയത്തിനെ വളച്ചൊടിച്ച് അർത്ഥം മാറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം മുഹമ്മദ് ഇങ്ങനെ ഒരു മണ്ടത്തരം അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞു പോയി എങ്കിലും ആ മണ്ടത്തരം തിരുത്താൻ പെടാപ്പാട് പെട്ടത് മുഹമ്മദിന് തൊട്ട് ശേഷമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളാണ്. കാരണം അവർ ഈ ആയത്തെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇത് ഒരു ദൈവത്തിൻ്റെ പേരിൽ പറയാൻ പറ്റിയ കാര്യമല്ല എന്നും ഇതിനകത്ത് മര്യാദകേടും നീതികേടും ഉണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ട് അവരിതിനെ വളച്ചൊടിച്ച് അർത്ഥം മാറ്റിയിട്ട് ഇത് കൊലയാളിക്ക് ശിക്ഷ നൽകുന്ന കാര്യമാണ് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കൊലയാളിക്ക് ശിക്ഷ നൽകലാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഈ വാചകം തന്നെ ഒരു നിലക്കും രണ്ടറ്റവും മുട്ടൂല. ഈ വാചകം തന്നെ ഒരു നിലക്കും ആ ആശയവുമായിട്ട് പൊരുത്തപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. അത്രമാത്രം ക്ലിയറാണ് ഇതിനകത്ത് കാര്യം. ഇവിടെ കൊലയാളിയെക്കുറിച്ച് പറയുന്നേ ഇല്ല, കൊല്ലപ്പെട്ടവൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കൊല്ലപ്പെട്ടവൻ്റെ കാര്യത്തിൽ പ്രതിക്രിയ ചെയ്യാനാണ് പറയുന്നത്. ശിക്ഷാ നിയമം അല്ല ഖിസാസ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയയാണ്, റിട്ടാലിയേഷനാണ്. ശിക്ഷയ്ക്ക് വേറെ പേരുണ്ട്, വേറെ നിയമമുണ്ട്, ചട്ടങ്ങളുണ്ട്. ഖുർആനിൽ തന്നെ ശിക്ഷയ്ക്ക് വേറെ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ റിട്ടാലിയേഷനാണ് പറയുന്നത്. റിട്ടാലിയേഷൻ ഗോത്രകാലത്തെ നിയമമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആയത്തിറങ്ങിയത്? എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്? അതിൻ്റെ സന്ദർഭം പോലും മിക്കവാറും എല്ലാ മുഫസ്സിറുകളും ഒന്നുകിൽ മറച്ചു പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സന്ദർഭ വിവരണത്തിലും വെള്ളം ചേർത്തുകൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ സന്ദർഭം എന്താണ് എന്ന് വാഹിദിയുടെ തഫ്സീറിൽ വളരെ ചുരുക്കിയാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ആ സന്ദർഭ വിവരണവും കൂടെ വായിച്ചിട്ട് സബബുൻ നുസൂൽ കൂടെ വായിച്ചിട്ട് ഈ ആയത്ത് വായിക്കുകയും ഞാനിപ്പോൾ നിങ്ങളോട് വിശദീകരിച്ച ആ കാലഘട്ടത്തിലെ ഖിസാസ് സമ്പ്രദായത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഈ ആയത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ, അതിൻ്റെ വാചകഘടന വായിച്ചു നോക്കുകയാണെങ്കിൽ കാര്യം നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടും. വാഹിദി തഫ്സീറിലെ സബബുൻ നുസൂൽ ഞാൻ വായിക്കാം. സെറ്റ് അൽ ഷാബി. Fighting took place between two Arab tribes. One tribe had more power than the other, and therefore they said, "For every slave of ours that you kill, we will kill a free man of yours, and for every woman of ours, a man of yours." And then this verse was revealed. എന്താ അവിടെ പറയുന്നത്? രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ
യുദ്ധം നടക്കുകയാണ്. അപ്പോൾ പ്രബലമായ ഒരു ഗോത്രവും ദുർബലമായ വേറൊരു ഗോത്രവും തമ്മിലാണ് ഫൈറ്റ്. അപ്പോൾ ഈ പ്രബലമായ ഗോത്രക്കാർ ദുർബലരായ ഗോത്രക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തു നിന്ന് ഒരു സ്ത്രീയെ കൊന്നാൽ ഞങ്ങൾ പകരം നിങ്ങളുടെ ഗോത്രത്തിലെ പുരുഷനെ കൊല്ലും, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു അടിമയെ കൊന്നാൽ ഞങ്ങൾ പകരം നിങ്ങളുടെ കൂട്ടത്തിലെ ഉടമയെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യുന്നതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന രീതിയിലാണ് ഞങ്ങൾ കിസാസ് നടത്തുക, നാട്ടുമര്യാദയൊക്കെ ലംഘിച്ചിട്ട് ഞങ്ങൾ കിസാസ് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് കിസാസ് നടത്തും എന്ന് അവരെ ഭീഷണിപ്പെടുത്തി. ഈ ദുർബല ഗോത്രത്തെ പ്രബല ഗോത്രം ഭീഷണിപ്പെടുത്തി. ആ സന്ദർഭം കേട്ടറിഞ്ഞിട്ട് ആ സമയത്താണ് അള്ളാഹു ചാടിക്കൊടഞ്ഞ് ഈ ആയത്തിറക്കിയത് എന്നാണ് ഈ സബബുൻ നുസൂലിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇത് ബനൂ നദീറും ബനൂ ഖുറൈളയും തമ്മിൽ, അതായത് രണ്ട് ജൂതഗോത്രങ്ങൾ തമ്മിലാണ് എന്നൊക്കെ വേറെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഏത് ഗോത്രമായാലും ശരി, ഒരു പ്രബല ഗോത്രം ഒരു ദുർബല ഗോത്രത്തിൻ്റെ നേരെ ഞങ്ങൾ ചട്ടങ്ങൾ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ നേരെ കിസാസ് നിയമം ഇരട്ടിയായിട്ട് നടപ്പിലാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഇരട്ടിയാക്കി കിസാസ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചാടി വീണിറക്കിയ ആയത്താണിത്. ഇതാണ് സന്ദർഭമെങ്കിൽ ഇനി നിങ്ങൾ ഈ ആയത്തൊന്ന് വായിച്ചു നോക്കുക. വിശ്വസിച്ചവരെ കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് സ്വതന്ത്രന് സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലക്ക്. അപ്പോൾ സ്ത്രീയെ കൊന്നാൽ പകരം സ്ത്രീയെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ, അടിമയെ കൊന്നാൽ പകരം അടിമയെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ, സ്വതന്ത്രനെ കൊന്നാൽ പകരം സ്വതന്ത്രനെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന് പഴയ ഗോത്രമര്യാദ പറഞ്ഞു കൊടുക്കുകയാണ് ആര്? അള്ളാഹു. അത് നിങ്ങൾക്ക് ഞാൻ നിയമമാക്കിയിരിക്കുന്നു എന്ന് വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു ഇവിടെ. മറ്റൊരു അതിൻ്റെ ഇരട്ടി ഞങ്ങൾ കിസാസ് നടത്തുമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കിസാസ് നിയമത്തിൽ നിങ്ങൾ കൊല്ലപ്പെട്ടവരുടെ മൂല്യം കണക്കാക്കിയിട്ട് മാത്രമേ പ്രതിക്രിയ ചെയ്യാവൂ എന്ന ഗോത്ര നിയമം അള്ളാഹു നിയമമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഇന്നത്തെ നീതിബോധം വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങേയറ്റത്തെ നെറികേടാണ് എന്ന് മനസ്സിലാക്കിയ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സബബുൻ നുസൂലിനെ അട്ടിമറിച്ചു. ഒരു വ്യാഖ്യാനത്തിലും ഇപ്പോൾ നമ്മൾ വായിച്ച ഈ സബബുൻ നുസൂൽ ഇതേ രീതിയിൽ കാണില്ല. ഇങ്ങനെ പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന കാര്യം പറയില്ല. പകരം അതിനെ വളച്ചൊടിച്ചിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലാൻ വന്നത് അടിമയാണെങ്കിൽ ഞങ്ങൾ ആ അടിമയെ തന്നെ കൊല്ലുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത് എന്ന് ഇവിടെ ദുർവ്യാഖ്യാനം നടത്തി. പക്ഷേ ആ വ്യാഖ്യാനം ഖുർആനിലെ ഈ വാചക ഘടനയുമായിട്ട് ഒരു നിലക്കും യോജിക്കുന്നതല്ല. കൊല്ലാൻ വന്ന കൊലയാളിയെ കൊല്ലാനാണ് അള്ളാഹു ഇവിടെ പറയുന്നതെങ്കിൽ, കൊലയാളിക്ക് വധശിക്ഷ നൽകാനാണ് അള്ളാഹു ഇവിടെ പറയുന്നതെങ്കിൽ, ഈ അടിമക്കടിമ, സ്വതന്ത്രന് സ്വതന്ത്രൻ, സ്ത്രീക്ക് സ്ത്രീ എന്നവിടെ തിരികെ ചേർക്കേണ്ട യാതൊരു കാര്യമില്ല. കൊലപാതകിയെ മാത്രം ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മതി, കൊലപാതകയ്ക്ക് വധശിക്ഷ നൽകുക എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അവിടെ സ്ത്രീക്ക് സ്ത്രീ, അടിമക്കടിമ, പുരുഷന് പുരുഷൻ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? കൊല്ലാൻ വരുന്നത് ആരാണ് എന്നുള്ളത് അവ്യക്തമായി പോവുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സ്ത്രീയെ കൊല്ലാൻ വന്നത് സ്ത്രീയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ടോ? സ്ത്രീയെ സ്ത്രീ വന്ന് കൊന്നാൽ മാത്രമല്ലേ ഈ പറഞ്ഞത് ശരിയാവുള്ളൂ. അങ്ങനെ ഒരു നിയമം ആരെങ്കിലും പറയുമോ? ഒരു സ്ത്രീ വന്ന് കൊന്നാൽ പകരം സ്ത്രീയെ തന്നെ കൊല്ലണം എന്ന് പ്രത്യേകം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ആരാണോ കൊലപാതകം നടത്തിയത് അവരെ പകരം കൊല്ലണം, അവർക്ക് വധശിക്ഷ നൽകണമെന്നല്ലേ പറയേണ്ടത്? അപ്പോൾ അതല്ല സംഭവം. ഈ സബബുൻ നുസൂൽ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് നമുക്കിത് അന്നത്തെ ഗോത്ര നിയമം ചാടിപ്പിടിച്ചതാണ് അള്ളാഹു ചെയ്ത ആ ഒരു നെറികേടും മണ്ടത്തരവും മനുഷ്യരുടെ മുമ്പിൽ ഇന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അത് മറച്ചു വെക്കാൻ വേണ്ടി ഇതിന് വ്യാഖ്യാനം എഴുതിയവർ ഉരുണ്ട് കളിച്ചതാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി ആ ഉരുണ്ടുകളിയാണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്നതിന് ഞാൻ നമ്മുടെ അമാനി മൗലവി ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അമാനി മൗലവി അതേ ഉരുളൽ ഏറ്റെടുക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടക്ക് അറിയാതെ സത്യം പറഞ്ഞു പോകുന്ന കോമഡിയാണ് നമ്മളിനി വായിക്കുന്നത്. കൊലയ്ക്ക് പകരം കൊല എന്ന സമ്പ്രദായം അറബികളിലും വേദക്കാരിലും മുമ്പേ പതിവുണ്ടായിരുന്നു. പക്ഷേ അതിൽ നീതിയും സമത്വവും പാലിക്കപ്പെട്ടിരുന്നില്ല. മേലേക്കിടയിലുള്ളവരുമായി ഗണിക്കപ്പെടുന്നവരെ താഴേക്കിടയിലുള്ളവർ കൊലപ്പെടുത്തിയാൽ ഒന്നിലധികം പേരെ പകരം കൊല്ലുക,
ഘാതകൻ അടിമയാണെങ്കിൽ അവൻ്റെ യജമാനനെ കൊല്ലുക, സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെയോ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും പുരുഷനെയോ കൊല്ലുക എന്നിങ്ങനെയുള്ള അക്രമങ്ങളും അനീതികളും അംഗീകരിക്കപ്പെട്ടിരുന്നു. നേരെ മറിച്ച് പ്രതാപത്തിലും ശക്തിയിലും നിലവാരക്കാരെ ഉയർന്നവർ കൊല്ലുന്ന പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള ഉപായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഘാതകനെ പ്രതിക്കൊലയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചില അനീതികൾ ഇന്നും ചില ജനവിഭാഗങ്ങളിൽ നിലവിലുള്ളതാണ്. ഇത്തരം നീതികെട്ട സമ്പ്രദായങ്ങളെ ഉന്മൂലനം ചെയ്ത് കൊലക്കുറ്റത്തിനുള്ള പ്രതികാരത്തിൽ സമത്വം പാലിക്കൽ നിർബന്ധമാണെന്ന് ഈ വചനം മുഖേന അള്ളാഹു കൽപ്പിക്കുന്നു. പ്രതിക്രിയ നടത്താൻ നിങ്ങളിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം കൊന്നവനെ കൊല്ലൽ നിർബന്ധമാണെന്നല്ല. ഇതാ പൊളിഞ്ഞു കേട്ടോ, ഇതുവരെ പറഞ്ഞത് മുഴുവൻ ഇവിടെ പൊളിഞ്ഞു. പ്രതിക്രിയ നടത്തൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം കൊന്നവനെ കൊല്ലൽ നിർബന്ധമാണെന്നല്ല, പ്രതിക്കൊലയിൽ സമത്വവും നീതിയും പാലിക്കണമെന്നാണ് ഉദ്ദേശ്യം. സ്വതന്ത്രനും അടിമക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന് പറഞ്ഞത് അതിൻ്റെ വിശദീകരണം അത്രേ. പൊളിഞ്ഞില്ലേ? അപ്പോൾ സ്വതന്ത്രനും സ്ത്രീക്ക് സ്ത്രീയും അടിമക്ക് അടിമയും എന്ന് പറഞ്ഞത് സമത്വം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കൊന്നവനെ കൊല്ലണം എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് അമാനി മൗലവി അറിയാതെ പറഞ്ഞു പോവുകയും അതേസമയത്ത് അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പതിവ് ഉരുളൽ മറ്റു തഫ്സീറുകളിലൊക്കെ ഉള്ള ഉരുളൽ ഇവിടെ നടത്തുകയും ചെയ്തു. ആ ഉരുളലിൻ്റെ ഇടയിൽ സത്യം തുറന്നു പറയുകയും ചെയ്തു. പകരം കൊല്ലാതെ പ്രായശ്ചിത്തം അഥവാ തെണ്ടം കൊണ്ട് മതിയാക്കുവാൻ വധിക്കപ്പെട്ടവൻ്റെ അവകാശിക്ക് അധികാരം നൽകിയിരിക്കുന്നതും അതിന് അവർക്ക് പ്രോത്സാഹനം നൽകപ്പെട്ടിരിക്കുന്നതും അതുകൊണ്ടാണല്ലോ. ഇവിടെ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമാണ് ഈ പറഞ്ഞത്. പൈസ ഉള്ള ആൾക്കാർ പൈസ ഇല്ലാത്തവരെ കൊന്നു കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്തിട്ട് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് പിന്നെ അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്, പൈസ കൊടുത്തിട്ട് രക്ഷപ്പെടാനുള്ള വകുപ്പ്. അത് പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോഴും പൈസ ഇല്ലാത്തവന് നീതി കിട്ടാതെ പോവുകയാണ് ചെയ്യുക. അത് മറന്നുപോയി. ഇനി തുടർന്ന് പറയുന്നത് നോക്കുക. എന്നാൽ ഒരു അടിമയെ ഒരു സ്വതന്ത്രനോ ഇനി വായിക്കുന്നത് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ആശയക്കുഴപ്പത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കവും വ്യക്തമായിട്ടും ആശയക്കുഴപ്പം എത്രത്തോളം ഉണ്ട് ഈ കാര്യത്തിൽ എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് അടുത്ത ഖണ്ഡിക. എന്നാൽ ഒരു അടിമയെ ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ മറിച്ചോ ഒരു സ്ത്രീയെ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറിച്ചോ വധിച്ചുവെങ്കിലോ ഇതിനെപ്പറ്റിയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ആ അഭിപ്രായങ്ങളും തെളിവുകളും ന്യായങ്ങളും ഉദ്ധരിക്കുന്ന പക്ഷം അത് കുറേ ദീർഘിച്ചു പോകുന്നത് കൊണ്ട് ഇവിടെ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് അതിൻ്റെ സ്ഥാനം. സൂറത്തുൽ മാഇദ 48 വെച്ച് ഏതാനും ചില വിവരങ്ങൾ കാണാവുന്നതാകുന്നു ഇൻഷാ അല്ലാഹ്. ഒരു കൊല ചെയ്തത് ഒന്നിലധികം പേർ ചേർന്നുകൊണ്ടാണെങ്കിൽ അവരെ എല്ലാം കൊലശിക്ഷയ്ക്ക് ബാധ്യസ്ഥരാണെന്നത്രേ ഭൂരിപക്ഷ അഭിപ്രായം. ഒരു സംഭവത്തിൽ ഉമർ അപ്രകാരം വിധിച്ചതായി ബുഖാരി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷനാണ് കൊന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അടിമ വന്നിട്ട് ഒരു സ്വതന്ത്രൻ വന്നിട്ട് ഒരു അടിമയാണ് കൊന്നതെങ്കിൽ, ഒരു പുരുഷൻ വന്നിട്ട് ഒരു സ്ത്രീയാണ് കൊന്നതെങ്കിൽ ഖുർആനിൽ ഈ പറഞ്ഞ കാര്യം അപ്രസക്തമാവുകയാണ്. എങ്ങനെയാണെങ്കിൽ ഇത് കൊന്നവരെ പകരം കൊല്ലാനാണ് പറയുന്നതെങ്കിൽ ഈ സ്ത്രീക്ക് പകരം സ്ത്രീ, പുരുഷന് പകരം പുരുഷൻ, അടിമയ്ക്ക് പകരം അടിമ എന്ന് പറഞ്ഞത് അപ്രസക്തമാവുകയാണ്. അങ്ങനെ ഒരു വാചകത്തിന് പിന്നെ അവിടെ യാതൊരു അർത്ഥവും ഇല്ലാതാവുകയാണ്. അത് മനസ്സിലാക്കിയപ്പോഴാണ് പണ്ഡിതന്മാർക്ക് ഉരുളാൻ വേണ്ടി വ്യാഖ്യാനം ചമച്ച പണ്ഡിതന്മാർക്ക് പിന്നെയും ആശയക്കുഴപ്പമുണ്ടായത്. ആ ആശയക്കുഴപ്പത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അമാനി മൗലവി അവസാനം എന്താ പറയുന്നത്? പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ പാടെ പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് ഞാൻ തടി അയച്ചിലാക്കുകയാണെന്ന് പറഞ്ഞിട്ട് മെല്ലാണ്ട് അവങ്ങി പോവുകയാണ് അമാനി മൗലവി ചെയ്തത്. ഇത് തന്നെയാണ് പല മുഫസ്സിറുകളും ചെയ്തത്. മൗദൂദിയൊക്കെ ഈ ആയത്തിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ മെല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് പോയിരിക്കുകയാണ്. ഈ അമാനി മൗലവിയുടെ തഫ്സീർ അതേപടി ഈച്ചക്കോപ്പി അടിച്ച് തയ്യാറാക്കിയതാണ് സുന്നികളുടെ ഇവിടെ കൂറ്റനാടിൻ്റെ തഫ്സീർ. ആ കൂറ്റനാടിൻ്റെ തഫ്സീറിൽ ഇവിടെ അമാനി മൗലവി ഇപ്പോൾ ഞാൻ വായിച്ചു തന്ന ഈ ഖണ്ഡികയിൽ പറഞ്ഞ അബദ്ധങ്ങളൊന്നും പകർത്തിയിട്ടില്ല. അവിടെ വളരെ സുന്ദരമായിട്ട് ഈ അബദ്ധങ്ങളൊന്നും പറയാതെ മെല്ലെ മറ്റേ ഉരുളൽ മാത്രം ഉരുണ്ടിട്ട് ആണ് തടിയച്ചിലാക്കിയിരിക്കുകയാണ് സുന്നി തഫ്സീർ. ഇവിടെ അമാനി മൗലവിക്കാണ് പൊട്ടത്തരം പറ്റിയത്. അമാനി മൗലവി അറിയാതെ സത്യം പറഞ്ഞു പോയി. കാരണം ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ കൂടെ വായിച്ചു നോക്കുമ്പോൾ മൂപ്പർക്കും ആകെ ആശയക്കുഴപ്പമായി പിടുത്തം കിട്ടിയിട്ടില്ല. എന്നാൽ ഒരാശയക്കുഴപ്പമില്ല. ഈ വാഹിദി തഫ്സീറിൽ കൊടുത്ത സബബുന്നുസൂലും ഈ ആയത്തും കൂടെ ചേർത്ത് വെച്ച് വായിച്ചാൽ ഇതിനകത്ത് ഒരാശയക്കുഴപ്പമില്ല. കാര്യം വളരെ ക്ലിയറാണ്. പക്ഷേ ആ ക്ലിയറായ കാര്യം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതൊരു നെറികേടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്
ആണ് പണ്ഡിതന്മാരായിട്ടുള്ള വ്യാഖ്യാതാക്കൾ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് അവസാന ആശയക്കുഴപ്പത്തിൻ്റെ പടുകുഴിയിലെത്തി ഈ ആയത്തിന് അർത്ഥം പറഞ്ഞാൽ രണ്ടറ്റവും മുട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഖുർആൻ വെളിപാടിനെ തന്നെ എയറിലാക്കിയിട്ട് മുങ്ങിപ്പോവുകയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. ഇവർ പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ ഈ ഖുർആൻ വാക്യം ഒരർത്ഥശൂന്യമായ വാക്യമായിട്ട് മാറും, ഒരാശയവുമില്ലാത്ത വാക്യമായിട്ട് മാറും. എന്താ കാരണം? കൊല ചെയ്ത വ്യക്തിയെ പകരം കൊല്ലാനാണ് ഇവിടെ പറയുന്നതെങ്കിൽ അവിടെ സ്ത്രീക്ക് പകരം സ്ത്രീ, അടിമയ്ക്ക് പകരം അടിമ, ഉടമയ്ക്ക് പകരം ഉടമ എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ് ഉണ്ടാവുക? അതിനർത്ഥം ഉണ്ടാക്കണമെങ്കിൽ കൊല്ലാൻ വന്ന സ്ത്രീയെ കൊല്ലാൻ വന്നത് സ്ത്രീ തന്നെ ആവണം, അടിമയെ കൊല്ലാൻ വന്നത് അടിമ തന്നെ ആവണം, ഉടമയെ കൊല്ലാൻ വന്നത് ഉടമ തന്നെ ആവണം. എങ്കിൽ മാത്രമേ അതിന് എന്തെങ്കിലും അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അർത്ഥം കൊടുത്താലുണ്ടാവുന്ന കുഴപ്പമാണ് അമാനി മൗലവി ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരടിമയെ ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ മറിച്ചോ, ഒരു സ്ത്രീയെ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറിച്ചോ വധിച്ചുവെങ്കിലോ ഇതിനെപ്പറ്റിയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അതിനെപ്പറ്റി അവിടെ വിവരിക്കേണ്ട കാര്യമില്ല. കാരണം അതിനെപ്പറ്റി അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ളത് വാഹിദി തഫ്സീറിലെ സബബുന്നുസൂൽ അനുസരിച്ച് വളരെ ക്ലിയറാണ്. പറഞ്ഞത് കൊന്നവനെ കൊല്ലാനല്ല. കൊന്നവൻ ആരാണ് എന്ന് ഈ ആയത്തിൽ പരാമർശിക്കുന്നേയില്ല. കൊലയാളി ഇവിടെ അപ്രസക്തമാണ്. ഈ ആയത്തിൽ കൊലയാളിയുടെ കാര്യമേ അല്ല പരാമർശിക്കുന്നത്. മറിച്ച് കൊല്ലപ്പെട്ട വ്യക്തി സ്ത്രീയാണെങ്കിൽ, കൊല്ലപ്പെട്ട വ്യക്തി അടിമയാണെങ്കിൽ, കൊല്ലപ്പെട്ട വ്യക്തി സ്വതന്ത്രനാണെങ്കിൽ പകരം കൊല്ലേണ്ടത് അതേ മൂല്യമുള്ള മറ്റൊരാളെയാണ് എന്ന് പറഞ്ഞാൽ കൊലയാളിയെ അല്ല കൊല്ലേണ്ടത്, മറിച്ച് കൊല്ലപ്പെട്ടവരുടെ അതേ മൂല്യമുള്ള മറ്റൊരു നിരപരാധിയെ ആ ഗോത്രത്തിൽ പോയി പിടിച്ച് കൊല്ലാനാണ് നീതിമാനും സർവശക്തനും പ്രപഞ്ചസൃഷ്ടാവുമായ പമ്പരവിഡ്ഢിയായ പടച്ചോൻ ആയത്തിറക്കിയത്. എന്താ ആയത്തിറക്കാനുള്ള കാരണം? ഏതോ ഗോത്രക്കാർ തമ്മിൽ ഇങ്ങനെ വീമ്പ് പറയുന്നത് കേട്ടു, ഭീഷണിപ്പെടുത്തുന്നത് കേട്ടു. അത് കേട്ട ഉടനെ മുഹമ്മദ് ചാടിക്കുടഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങളെ കൊന്നാൽ പകരം പെണ്ണിനെ തന്നെ കൊല്ലണം എന്നങ്ങോട്ട് ആയത്തിറക്കിയതാണ്. ആ മണ്ടത്തരത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പെടാപ്പാട് പെടുന്നതിൻ്റെയും അതിലൂടെ ആശയക്കുഴപ്പത്തിൽ നിന്ന് വീണ്ടും ആശയക്കുഴപ്പത്തിൻ്റെ ചളിക്കുണ്ടിലേക്ക് മൂക്കുകുത്തുന്നതിൻ്റെയും ദയനീയമായ ചിത്രമാണ് നമ്മളിപ്പോൾ അമാനി മൗലവിയുടെ തഫ്സീറിൽ വായിച്ചത്. അതുതന്നെയാണ് മറ്റു തഫ്സീറുകൾ വായിച്ചാലും എല്ലാവർക്കും തോന്നുക. കാരണം ഒരു ആശയ വ്യക്തതയും ഇല്ലാത്ത രീതിയിൽ ഈ ആയത്തിനെ തന്നെ മൊത്തം എയറിലാക്കുന്നതാണ് വ്യാഖ്യാതാക്കൾ കൊണ്ടുവന്നിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഇത് പ്രാകൃത ഗോത്രകാലത്തെ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന ഖിസാസ് എന്ന് പറയുന്ന പ്രതിക്രിയ എന്ന് പറയുന്ന പ്രതികാരക്രിയ എന്ന് പറയുന്ന ഒരു പ്രാകൃത ഗോത്ര നിയമത്തെ ഒരു പടച്ചോൻ ഏറ്റുപിടിച്ചുകൊണ്ട് ആയത്തിറക്കിയതിൻ്റെ ദുരന്തമാണ് ഇവിടെ കാണുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ഖുർആൻ ഇറക്കിയ പടച്ചോൻ ആരാണെന്ന് ഇപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? നേരും നെറിയുള്ളൊരു പടച്ചോൻ ഇങ്ങനത്തെ ഒരു ഗോത്ര നിയമം ലോകാവസാനം വരെയൊക്കെ എഴുതി വെക്കുമോ? പിന്നെ ഇത് മാറ്റേണ്ടി വന്നു. ഈ നിയമത്തിന് പ്രസക്തി ഇല്ലാതായി ഇസ്ലാമിൽ തന്നെ. കാരണം എന്താണ്? ഗോത്ര കാലഘട്ടത്തിലെ ഗോത്രങ്ങൾ എന്നുള്ള അവസ്ഥയിൽ നിന്ന് എല്ലാവരും കൂടെ ചേർത്തിട്ട് മുഹമ്മദ് ഒരു ഒറ്റ ഗോത്രമുണ്ടാക്കി, ഒരു മുസ്ലിം ഉമ്മത്തുണ്ടാക്കി, ഒരു മുസ്ലിം രാഷ്ട്രമുണ്ടാക്കി. ആ മുസ്ലിം രാഷ്ട്രത്തിൽ ഈ നിയമത്തിന് പ്രസക്തി ഇല്ലാതായി. എന്താണ് കാരണം? മുസ്ലിം രാഷ്ട്രത്തിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലല്ല പ്രശ്നം ഉണ്ടാവുക, ഒരു ഗോത്രത്തിനകത്തുള്ള ആളുകൾ തമ്മിലാണ്, ചിലപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ തമ്മിലാണ്. അപ്പോൾ ആരെയാണ് പിടിച്ച് കൊല്ലുക? പകരം ഖിസാസിന് വേണ്ടിയിട്ട് ആരെ കൊല്ലണം? ഒരു കുടുംബത്തിലെ ഏട്ടനും അനിയനും തമ്മിലാണ് കൊലപാതകം നടന്നതെങ്കിൽ അനിയനെ ഏട്ടൻ കൊന്നാൽ പകരം ആ ഏട്ടനെ കൊല്ലല്ലാതെ അനിയന് തുല്യമായിട്ടുള്ള വേറൊരാളെ കുടുംബത്തിൽ നിന്ന് കണ്ടുപിടിച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഗോത്രത്തിലാണെങ്കിൽ പറ്റും. ഒരു സ്ത്രീയെയാണ് ഒരാൾ കൊന്നതെങ്കിൽ, ഒരു കുടുംബത്തിലെ ഒരു ആങ്ങളെ ഒരു പെങ്ങളെയാണ് കൊന്നതെങ്കിൽ ഈ ഖിസാസ് നിയമം അനുസരിച്ച് ആ കൊല്ലപ്പെട്ട പെണ്ണിന് പകരം കൊന്നവൻ്റെ കുടുംബത്തിലെ പെണ്ണിനെ കൊല്ലണം. ഇപ്പോൾ കൊന്നവന് ഭാര്യ മക്കളുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയെ പിടിച്ച് കൊല്ലേണ്ടി വരും. അത് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വേറെ നിയമം വന്നു. വേറെ നിയമങ്ങൾ, ശിക്ഷാ നിയമങ്ങൾ വന്നു. കൊലപാതകിക്ക് വധശിക്ഷ നൽകുന്ന നിയമമൊക്കെ ഈ ഖുർആനിൽ വേറെ സ്ഥലത്ത് വന്നു. എന്ന് മാത്രമല്ല 5-ാം അധ്യായത്തിലെ 45-ാമത്തിൽ ജൂതന്മാരുടെ തോറായിലും അതുപോലെ പഴയ ഹമ്മുറാബി കോഡിലും ഒക്കെയുള്ള പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന നിയമം ജൂതന്മാർക്ക് ഞാൻ നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്തുണ്ട്. അത് നിങ്ങൾക്കും ബാധകമാണ് എന്ന രീതിയിലാണ് ആയത്തിറങ്ങിയിട്ടുള്ളത്. ആ ആയത്തിറങ്ങിയതോടുകൂടി ഇത് മൻസൂഖായി എന്നാണ് മുഫസ്സിറുകൾ എഴുതി വച്ചിട്ടുള്ളത്.
മൻസൂഖായി എന്ന് പറഞ്ഞാൽ ഇത് റദ്ദാക്കപ്പെട്ടു, ക്യാൻസൽ ചെയ്തു, അബ്രോഗേറ്റഡ് എന്നാണ് പറഞ്ഞത്. ദാ ഇബ്നു കസീർ എഴുതി വെച്ചിട്ടുണ്ട്, ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഏതിനെ അബ്രോഗേറ്റ് ചെയ്തു? ഇപ്പോൾ നമ്മൾ വായിച്ച 2:178 എന്ന ഈ ഖിസാസ് നിയമം പറയുന്ന ആയത്തിനെ 5:55 ഇറങ്ങിയതോടുകൂടി ഇത് മൻസൂഖായി, ഇതിനെ റദ്ദാക്കി എന്നാണ്, അബ്രോഗേറ്റ് ചെയ്തു എന്നാണ് ഇബ്നു കസീറും ഇബ്നു അബ്ബാസും ഒക്കെ പറയുന്നത്. അപ്പോൾ കൊന്നവനെ കൊല്ലാനുള്ള ആയത്താണെങ്കിൽ റദ്ദാക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം എന്താ, പിന്നെ അവിടെ കോൺട്രഡിക്ഷൻ ഇല്ലല്ലോ. കൊലയാളിക്ക് വധശിക്ഷ നൽകാനാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഈ ആയത്തിന് പകരം ഇത് റദ്ദാക്കേണ്ട ആവശ്യമില്ല. കണ്ണിന് കണ്ണ്, ജീവന് ജീവൻ, മൂക്കിന് മൂക്ക് എന്ന് പറയുന്ന ആയത്തും ഈ ആയത്തും തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ല. എങ്ങനെയാണെങ്കിൽ ഇത് കൊലയാളിയെ കൊല്ലാനാണ് പറയുന്നതെങ്കിൽ, കൊലയാളിക്ക് വധശിക്ഷ നൽകാനാണ് പറയുന്നതെങ്കിൽ ജീവന് പകരം ജീവൻ എന്ന നിയമം തന്നെയാണ് അവിടെ നടപ്പിലാകുന്നത്. അപ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ ഇല്ല, അബ്രോഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, റദ്ദാക്കേണ്ട ആവശ്യമില്ല. റദ്ദാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, റദ്ദാക്കി എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത് ഖിസാസ് നിയമം വേറെയാണ്, ആ ഖിസാസ് നിയമം ഈ ശിക്ഷാ നിയമം തമ്മിൽ പൊരുത്തമില്ലാത്തതുകൊണ്ടാണ് ഇത് വന്നപ്പോൾ മറ്റേത് റദ്ദാക്കി എന്ന് പറയേണ്ടി വന്നത്. അപ്പോഴും നമ്മൾക്ക് വ്യക്തമാകുന്നത് ഇത് ഖിസാസ് നിയമം എന്ന് പറയുന്നത് കൊലയാളിക്കുള്ള ശിക്ഷാ നിയമം അല്ല എന്ന് തന്നെയാണ്. ഇതാ, ദ ഫ്രീ ഫോർ ദ ഫ്രീ, ദ സ്ലേവ് ഫോർ ദ സ്ലേവ് ആൻഡ് ദ ഫീമെയിൽ ഫോർ ദ ഫീമെയിൽ വാസ് അബ്രോഗേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ലൈഫ് ഫോർ ലൈഫ്. 5:45 ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതേ കാര്യം ഇബ്നു അബ്ബാസ് വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നോക്കൂ, റിട്ടാലിയേഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ യു ഇൻ ദ മാറ്റർ ഓഫ് ദി മർഡേഡ് വൺസ് എന്നാണ്, കൊല്ലപ്പെട്ടവർക്ക്. ദ ഫ്രീ മാൻ ഫോർ ഫ്രീ മാൻ ആൻഡ് ദ സ്ലേവ് ഫോർ ദ സ്ലേവ് ആൻഡ് ഫീമെയിൽ ഫോർ ദ ഫീമെയിൽ. ദിസ് വേഴ്സ് വാസ് റിവീൽഡ് റിഗാർഡിംഗ് 2 അറബ് ക്ലാൻസ് ബട്ട് ഈസ് അബ്രോഗേറ്റഡ് ബൈ ദ വേഴ്സ് എ ലൈഫ് ഫോർ എ ലൈഫ്. 5:45 നേരത്തെ ഇബ്നു കസീറിൽ വായിച്ച അതേ വാചകം ഇതാ ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിരിക്കുന്നു. 5:45 വന്നതോടുകൂടി ഇത് അബ്രോഗേറ്റ് ചെയ്തു. എന്തിനിത് അബ്രോഗേറ്റ് ചെയ്യണം? ഇത് അബ്രോഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഖിസാസ് നിയമം ഇതും തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ല എങ്കിൽ ഇത് അബ്രോഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഖിസാസിൻ്റെ നിയമം ആയതുകൊണ്ടാണ് ഇത് കോൺട്രഡിക്ഷൻ വന്നത്. ഒരു പെണ്ണിനെ കൊന്നാൽ പകരം വേറെ പെണ്ണിനെയാണ് കൊല്ലേണ്ടത് എന്ന് ഇവിടെ എഴുതി വയ്ക്കുകയും ജീവന് പകരം ജീവനാണ് എന്ന് അവിടെ എഴുതി വയ്ക്കുകയും ചെയ്തപ്പോഴാണ് അത് തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നത്. അതുകൊണ്ടാണ് ഇതിനെ മറ്റേതുകൊണ്ട് അബ്രോഗേറ്റ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ ജീവന് പകരം ജീവൻ എന്ന ആശയത്തിന് വിരുദ്ധമാണ് ജീവന് പകരം തുല്യജീവൻ എന്ന് പറയുന്ന മറ്റേ ആശയം. കാരണം പെണ്ണിൻ്റെ ജീവന് പകരം പെണ്ണിൻ്റെ ജീവനാണ് ഹനിക്കേണ്ടത് എന്നാണ് ഖിസാസ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ കൊന്നവനെ പകരം കൊല്ലണമെന്നാണ് പറയുന്നത്. അത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മറ്റേതിനെ അബ്രോഗേറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വന്നത്. നേരെ മറിച്ച് ഇവിടെയും കൊലയാളിയെ കൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് അബ്രോഗേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം രണ്ടും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. കൊന്നവനെ പകരം കൊല്ലണം എന്ന് പറഞ്ഞിടത്തും പ്രശ്നമുണ്ട്. അപ്പറഞ്ഞതിനും വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. ഇസ്ലാമിൽ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമല്ല ഉള്ളത്. തുല്യമൂല്യമല്ലാത്ത 2 പേർ തമ്മിലാണ് കൊലപാതകം നടന്നതെങ്കിൽ മൂല്യം കൂടിയയാൾ മൂല്യം കുറഞ്ഞയാളെയാണ് കൊന്നിട്ടുള്ളതെങ്കിൽ പകരം മൂല്യം കൂടിയയാളെ കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാമിലെ നിയമമുണ്ട്. കർമ്മശാസ്ത്ര നിയമങ്ങളിലും ചട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു മുസ്ലിം അമുസ്ലിമിനെ കൊന്നാൽ പകരം മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാമിക നിയമത്തിലുണ്ട്. ഒരു ഉടമ അടിമയെ കൊന്നാൽ പകരം ഉടമയെ കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാമിക നിയമത്തിലുണ്ട്. ഒരു വാപ്പ മകനെ കൊന്നാൽ പകരം വാപ്പാനെ കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാമിക നിയമത്തിലുണ്ട്. സംശയമുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമസംഹിതയുടെ ഏതെങ്കിലും പുസ്തകം എടുത്ത് നോക്കുക, അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജീവന് പകരം ജീവൻ എന്ന് പറഞ്ഞ നിയമവും ഇസ്ലാമിൽ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഖിസാസ് നിയമത്തിനെ ഇത് റദ്ദാക്കിയെങ്കിൽ അതിനെ മറ്റു നിയമങ്ങൾ കൊണ്ടും റദ്ദാക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലും മനുഷ്യൻ്റെ തുല്യത അംഗീകരിക്കാത്ത ഈ മതം കൊലപാതക കേസിൽ കൊലയാളിക്ക് വധശിക്ഷ നൽകുന്ന കാര്യത്തിൽ പോലും മനുഷ്യന് മൂല്യങ്ങൾ വ്യത്യാസമുള്ളത് കൊണ്ട് എല്ലാ കൊലയാളികളെയും കൊല്ലാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. തെളിവുണ്ട്. ജലാലൈനി തഫ്സീറിൽ ഇതാ കൊടുത്തിരിക്കുന്നു. ദ സുന്ന മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് എ മെയിൽ മേ ബി കിൽഡ് ഇൻ റിട്ടാലിയേഷൻ ഫോർ എ ഫീമെയിൽ and that religious affiliation should be taken into account also, so that a Muslim cannot be killed in return for a disbeliever, even if the former be a slave and the latter a free man. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ കൊന്നാൽ ആ
കൊന്നവൻ ഒരടിമയാണെങ്കിൽ പോലും ഈ അമുസ്ലിമിന് പകരം മുസ്ലിമിനെ പകരം കൊല്ലാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ തുല്യത എന്നുള്ളൊരു സംഭവം ഇസ്ലാമിലില്ല. എന്താണ് 2178 ആശയമെന്നും ആ ആശയം എത്രത്തോളം പ്രാകൃതവും മനുഷ്യത്വരഹിതമാണ് എന്നും ഇതിൻ്റെ പേരിൽ ഇസ്ലാമിക പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും എങ്ങനെയൊക്കെയാണ് ആശയക്കുഴപ്പത്തിലായത് എന്നും വെള്ളം കുടിച്ചത് എന്നും ഇതിൻ്റെ പേരിൽ ഇസ്ലാമിലെ നിയമങ്ങളിൽ തന്നെ എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും വന്ന് പെട്ടത് എന്നൊക്കെ വ്യക്തമാകുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.